ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഉച്ച മുതലുള്ള കലാപരിപാടികളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ കരിമീനും പിന്നെ മാന്തളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാന്തൾ ഞാൻ അപ്പം നന്നാക്കി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഉച്ച ഒരു 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. രാവിലെ മുതൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. മോള് ഭയങ്കര കരച്ചിലായിരുന്നു, ആരടുത്തേക്കും പോകണ്ടായിരുന്നില്ല. വയ്യാത്ത കാരണേ വാവച്ചേച്ചി എന്ന് വിളിച്ച് എൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ മരുന്ന് മേടിക്കാൻ വേണ്ടി ചെറുതുരുത്തിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എഴുതിയ മരുന്ന് 2 ദിവസം കൊടുത്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഒരു മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക് ആയിരുന്നു, കഫം പോവാനുള്ളതായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ 2 ദിവസമായിട്ടും കുറവുണ്ട്, എന്നാലും ചുമയ്ക്കൊന്നൊരു കുറവില്ല. അപ്പോൾ എന്തായാലും വിചാരിച്ചു അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടൻ ചെറുതുരുത്തി പോയി. എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, ചാർട്ടും സ്കെച്ച് പെന്നും മാർക്കറും അങ്ങനെ കണ്ണികളുടെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ പ്രൊജക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കുറച്ച് മീൻ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, കരിമീനും പിന്നെ കുറച്ച് മാന്തളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരിമീൻ വിചാരിച്ച് പൊള്ളിക്കുകയാണ്, കുറേ നാളായി കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഉച്ചയായപ്പോൾ ആമിക്ക് നേരത്തെ തന്നെ ചോറല്ല കഞ്ഞി പോലെയാക്കി കൊടുത്തിട്ട് അവളെന്നെ കിടത്തി അങ്ങ് ഉറക്കിയിട്ടാ. പിന്നെ ഞങ്ങളിത് ഭക്ഷണം കഴിച്ച് ചോറും സാമ്പാറും കുറച്ച് ചെമ്മീൻ റോസ്റ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി മീനാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക് പിന്നെ മീനും മുട്ടയൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. 2 ആഴ്ച ആയി ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സാധനങ്ങൾ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ കാർഡ്ബോർഡൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പീസാക്കിയിട്ട് എടുത്തു. ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തുടക്കം മുതൽ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫിനിഷ് ആവണത് വരെയുള്ളൊരു ചെറിയൊരു ഇതുപോലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. എൻ്റെയും കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ മോൾക്ക് വയ്യാത്ത കാരണം തീരെ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്, ചെയ്യാനുള്ള ഒരു തക്കം കിട്ടിയത്. പക്ഷേ ആ സമയത്ത് ആമിക്ക് വയ്യാതെ ആവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതൊരു ഡിലേ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 ദിവസത്തിലുള്ളത് സബ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ വേഗം ചെയ്യാമെന്ന് വിചാരിക്കണേ. നട്ടപ്പാതിരിക്ക് ഓവർ ടൈമൊക്കെ എടുത്തിട്ട് വേണം എനിക്കിത് വർക്ക് ചെയ്യാൻ. കുഴപ്പമില്ല. അപ്പോൾ അതാ കുറച്ചൊക്കെ ഇങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള വാഴയുടെ ഇല തപ്പി നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മയും മോളും കൂട്ടിയിട്ട് തുണി തോരടാൻ വേണ്ടി മേലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തി അടിച്ചതാണ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ വാഴയുടെ ഇല ഉണ്ട്, പക്ഷെ അതൊക്കെ ആകെ കേട് വന്നിട്ടേ പന്നിയൊക്കെ മാന്തി ആകെ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ സൈഡിൽ അപ്പുറത്തെ വീട്ടിലത്തെ വാഴയുടെ ഇല ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ പോയിട്ട് ഞാൻ പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ചപ്പോൾ ഇവിടെ ഉള്ളൊരു ഇതാണ്, നാട്ടു നടപ്പാണ്. 2 ഇലയായിട്ട് കൊണ്ടുവരണം, ഒറ്റ ഇലയായിട്ട് കൊണ്ടുവരാൻ പാടില്ല. അതേപോലെ തന്നെ 3 ഇലയായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന്. അങ്ങനെ തന്നെ ഞാൻ മസാല തേച്ച് വെച്ച ചെമ്മീൻ എന്നാണ് പറയുന്നത്, കരിമീൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ചെറുള്ളി ഉണ്ടോ ഞാൻ ഇതിനെടുത്തേക്കണേ മസാലയ്ക്ക് വേണ്ടിയിട്ട്. കുറേ ചെറുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഞാൻ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഇതിങ്ങനെ അടി പിടിച്ചിട്ടേ തൊലി മാത്രം ഈ ഫ്രൈ പാനിൽ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കൊച്ചു ടിപ്സുകൾ അറിയാമെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇന്നൊരു കുക്കിങ്ങിൽ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ഫിനിഷ് ആവുമെന്ന് എനിക്ക് തോന്നണത്. കാരണം വേറൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോള് ഭയങ്കര കരച്ചിലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് കാരണം കേട്ടോ. പിന്നെ ഞാനിതാ മീൻ പൊരിച്ച ചീഞ്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ സവാളയല്ല ചെറുള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റി ഇതാക്കണത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും വേണമെങ്കിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാട്ടെ. എനിക്ക് കരിമീൻ മേടിക്കുന്ന സമയത്ത് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ തട്ടിക്കൂട്ടി കരിമീൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വാഴയിലൊക്കെ വെച്ചു. ഇനി ഇത് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് തവയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് എടുക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ മാന്തൾ ഞാനിത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കരിമീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, വേറെ ആരുടെയും സഹായം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് കരിമീൻ ഫ്രൈ? കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? നമുക്ക് തിന്ന് നോക്കാം കേട്ടോ. തിന്നുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ. ഈ കരിമീൻ ഫ്രൈ, ഈ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കണ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആമിക്ക് മരുന്ന് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.